ലോകത്തിൻ്റെ നായകനിലേക്ക് നാം ഒന്ന് കണ്ടുപിടിക്കണം. സ്വർഗീയ സാമ്രാജ്യങ്ങളെപ്പോലും ഇളം പുഞ്ചിരിയാൽ നിയന്ത്രിച്ച ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടികയുടെ ചുമരും ഈത്തപ്പനമടലുകളുടെ മേൽക്കൂരയിലും തീർത്ത കൂരയിലായിരുന്നു തങ്ങിയിരുന്നത്. പ്രൗഢോജ്വലമായ ഭൗതിക സാമ്രാജ്യങ്ങളുടെ അമരക്കാരനായി മാറിയിട്ടും സർവ്വസുഖ സൗകര്യങ്ങളുമുള്ള കൊട്ടാരങ്ങളിലല്ല, മറിച്ച് അങ്ങേയറ്റം വിഷമതകൾ നിറഞ്ഞ ചെറുകുടിലുകളിലായിരുന്നു ലോകത്തിൻ്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്നത്. പ്രവാചക ഭവനങ്ങളിൽ ചിലതിൻ്റെ ചുമർ ഇഷ്ടികയാണെങ്കിൽ മറ്റ് ചിലതിൻ്റേത് കല്ലുകൾ അടുക്കി വെച്ചതായിരുന്നു. പല വീടുകളുടെയും മേൽക്കൂര ഈത്തപ്പനയോലകൾ മാത്രമായിരുന്നു. ചിലതാകട്ടെ മരക്കഷ്ണങ്ങൾക്ക് മുകളിൽ ഓലയും മണ്ണും മാത്രം പാകിയതും. മിക്ക വീടുകൾക്കും അധികം വിശാലതയോ കൂടുതൽ സൗകര്യങ്ങളോ ഇല്ലാത്ത ഉറങ്ങാനുള്ള ഒരു റൂം മാത്രമാണ് ഉണ്ടായിരുന്നത്. 3-4 മീറ്റർ ചുറ്റളവ് മാത്രമായിരുന്നു വീട്ടിലെ മുറികളുടെ വിസ്തൃതി. നബിയുടെ വീടിനെ കുറിച്ച് ചരിത്രകൃതികളിൽ കാണപ്പെടുന്ന വിവരണങ്ങളുടെ ചുരുക്കം ഇങ്ങനെ വായിക്കാം. പ്രവാചകന്റെ വീടിൻ്റെ വിസ്തീർണം 6-7 മുഴത്തിൽ കവിഞ്ഞിരുന്നില്ല. കൈ ഉയർത്തിയാൽ മേൽപ്പുരയിൽ മുട്ടുമായിരുന്നു. മണ്ണിൻ്റെ ചുമരും ഈത്തപ്പനയോല കൊണ്ടുള്ള മേൽക്കൂരയും രമ്യഹർമ്മങ്ങളും മുന്തിയതും വില കൂടിയതുമായ ഗൃഹോപകരണങ്ങളും അന്തസ്സിൻ്റെ ഭാഗമായി പ്രവാചകർ കണ്ടില്ല. ഈന്തപ്പനയോല കൊണ്ടുള്ള പായ, ഈന്തപ്പന നാരുകൾ നിറച്ച തലയണ, തോൽവിരിപ്പ്, ഒരു മൺകുടം, പാനപാത്രം, കാരക്കയും ധാന്യവും സൂക്ഷിക്കാനുള്ള പാത്രം, ചുമരിൽ ഒരു മരത്തട്ടിക എന്നിവയായിരുന്നു ഗൃഹോപകരണങ്ങൾ. ആ കാലത്ത് അറബികൾ എല്ലാവരും ഇത്തരത്തിലുള്ള വീടുകൾ തന്നെയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുക എന്ന് നാം ചിന്തിക്കരുത്. കാരണം ആ അജ്ഞാനകാലത്ത് അവർ വീടുകളുടെ വലുപ്പവും ഉയരവും വിശാലതയുമെല്ലാം അന്തസ്സിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും അടയാളമായാണ് ഗണിച്ചിരുന്നത്. ജാഹിലിയ കവിതകളിൽ വീടുകളുടെ ഉയരം എടുത്തു പറഞ്ഞ് പെരുമ നടിച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈത്തപ്പനയോലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പായയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങിയിരുന്നത്. പലപ്പോഴും അതിൻ്റെ പാടുകൾ തിരുശരീരത്തിൽ പതിഞ്ഞു കാണാമായിരുന്നു. പതുപതുത്ത മൃദുലമായ തലയിണകളിലല്ല, മറിച്ച് മൃഗങ്ങളുടെ തുകലിനുള്ളിൽ പനയോല നിറച്ച് നിർമ്മിച്ച പരുക്കൻ തലയിണയിലാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിച്ചിരുന്നതെന്നത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുമോ? ഒരിക്കൽ ത്വയ്യ് ഗോത്രത്തിലെ നേതാവ് സ്വർണ്ണ കുരിശ് ധരിച്ച് തിരുദൂതരുടെ വീട്ടിൽ അതിഥിയായി വന്നപ്പോൾ ആകെയുണ്ടായിരുന്ന തലയിണ അദ്ദേഹത്തിന് ഇരിക്കാൻ നൽകി ലോകത്തിൻ്റെ നായകൻ നിലത്ത് ഇരിക്കുകയും ചെയ്തു. അതിഥികൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഇരിപ്പിടം പോലും തിരുഭവനത്തിൽ ഉണ്ടായിരുന്നില്ലെന്നതും മറ്റൊരു വാസ്തവം. ഇനി പാത്രങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ വക്കുപൊട്ടിയത് കാരണം കമ്പിയിട്ട് മുറുക്കിയ ഒരു മരപ്പാത്രത്തിലാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാലും തേനും ഈത്തപ്പഴം കുതിർത്ത വെള്ളവും കുടിച്ചിരുന്നത്. റോമ പേർഷ്യൻ ചക്രവർത്തിമാർ സ്വർണ്ണപാത്രങ്ങളിൽ ഭക്ഷണം കഴിച്ച് സുഖലോലുപത കൊണ്ടാടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടന്നിരുന്നത് എന്ന കാര്യം നാം ഞെട്ടലോടെ ഓർക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ വിരിപ്പിലും, ചിലപ്പോൾ പായയിലും, ചിലപ്പോൾ തുകൽ ഷീറ്റിലും, ചിലപ്പോൾ കട്ടിലിലും, ചിലപ്പോൾ നിലത്ത് മണലിലുമാണ് ഉറങ്ങിയിരുന്നതെന്നതും ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ ഉറങ്ങിയെഴുന്നേറ്റ പ്രവാചകന്റെ ശരീരത്തിൽ പായയിൽ കിടന്നതിൻ്റെ അടയാളങ്ങൾ കണ്ട അനുചരന്മാർക്ക് വല്ലാത്ത മനോവിഷമമായി. അവർ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്ക് വേണ്ടി ഞങ്ങളൊരു മെത്ത കൊണ്ടുവരട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും ഇഹലോകവും തമ്മിൽ എന്ത് ബന്ധം? ഒരു മരത്തണലിൽ വിശ്രമിക്കുകയും അല്പം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയും ചെയ്യുന്ന ഒരു സഞ്ചാരിയെ പോലെയാണ് ഞാൻ ഈ ലോകത്ത്. സാമ്രാജ്യങ്ങൾ വിലക്ക് വാങ്ങാൻ കഴിയുന്നത്ര സമ്പന്നരായ അനുചരർ ഉണ്ടായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് ലാളിത്യവും വിനയവും ഇടകലർന്ന ജീവിത മാതൃകയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് സമ്മാനിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ ഒരു അതിഥിക്ക് വിശപ്പടക്കാനുള്ള വക പോലും പലപ്പോഴും ഉണ്ടായിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവും നാം ഉൾക്കൊള്ളണം. ചിന്തിക്കുന്നവർക്ക് ഇതിലും ദൃഷ്ടാന്തമുണ്ട്. ഇത്രയും ഞെരുങ്ങിയ ജീവിതം നയിച്ചാൽ എന്ത് ദൈവിക അനുഗ്രഹം, അല്ലെങ്കിൽ എന്ത് സൗഭാഗ്യം എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയും പ്രവാചകൻ ഇപ്രകാരം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും തൻ്റെ ജനതയിൽ നിർഭയത്വവും ശരീരത്തിൽ സൗഖ്യവും അന്നന്നത്തെ അന്നവും ലഭിച്ചാൽ അവന് ദുനിയാവ് മുഴുവൻ സന്നാഹത്തോടെയും ലഭിച്ചിരിക്കുന്നു. നശ്വരതയുടെ നിസ്സാരതയെ ലോകത്തിനു മുന്നിൽ ജീവിതം കൊണ്ട് തുറന്നു കാട്ടുകയായിരുന്നു കാരുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.
പരലോകത്തേക്കുള്ള യാത്രയിലെ ഒരു ഇടത്താവളം മാത്രമായാണ് ഇഹലോകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. തൻ്റെ കാലത്തെ വൻ സാമ്രാജ്യ ശക്തികളായിരുന്ന പേർഷ്യയുടെയും റോമിൻ്റെയും ഭരണാധികാരികളെക്കാൾ ഉയർന്ന സുഖ സൗകര്യങ്ങളിൽ ജീവിക്കാൻ അവസരമുണ്ടായിട്ടും കാരുണ്യദൂതർ അതെല്ലാം സ്വമേധയാ ത്യജിക്കുകയായിരുന്നു. തുടർച്ചയായ 2 മാസം അടുപ്പ് കത്തിക്കാത്ത അവസ്ഥ പ്രവാചക കുടുംബത്തിലുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യവും വേദനയോടെ നാം ഉൾക്കൊള്ളണം. വീടിൻ്റെ രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല, അതിനകത്തുള്ള തൻ്റെ ജീവിതത്തിലും ഭാര്യമാരോടും സഹായികളോടുമുള്ള ലളിതമായ പെരുമാറ്റത്തിലും പ്രവാചകൻ ഉത്തമ മാതൃകയായിരുന്നു. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മനുഷ്യരെക്കാൾ എളിമയോടെ തനിക്ക് വേണ്ട സേവനങ്ങൾ നിർവഹിക്കുകയും വീട്ടുജോലികളിലും മറ്റും വ്യാപൃതനാവുകയും ചെയ്തതായും നമുക്ക് കാണാം. ശീതീകരിച്ച രമ്യഹർമ്മങ്ങളിലിരുന്ന് സ്വലാത്തിൻ മധുരഗീതങ്ങൾ ഉരുവിടുമ്പോൾ ഒരിക്കലെങ്കിലും നാം അറിയണം ത്യാഗസമ്പൂർണമായ ആ ജീവിതത്തെപ്പറ്റി. ഭൗതിക മോഹത്താൽ മതിഭ്രമം ബാധിച്ച ലോകത്തോട് വിളിച്ചു പറയണം, ഇതാണ് ചരിത്രം കുതിച്ച ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപനായ ആ നേതാവ്, എൻ്റെ പ്രവാചകൻ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.